ഗൈസ് കോമിക് കേരള. സോ ഗൈസ് നിങ്ങളെല്ലാവരും ഇപ്പോൾ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ മൂവി കണ്ടു കാണും. അപ്പോൾ ആ ഒരു മൂവി നമ്മളെല്ലാം കണ്ടു കാണും. അന്ന് ആ മൂവി ഇന്ന് കുറച്ച് ഒരു കോൺസെപ്റ്റ് ആർട്ട്, കുറച്ച് ഐഡിയാസൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അതിപ്പോൾ ഓൺലൈൻ ഒരുപാട് റിലീസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമതായി നമുക്കൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പടത്തിൽ നമ്മൾ RDJയുടെ ക്യാമിയോ ഉള്ളതായിരുന്നു. അതായത് ഈ ഒരു പടത്തിൽ നമ്മൾ റിയാൻ റെയ്നോൾഡ്സ് പ്ലാൻ ചെയ്തതാണ്. അതായത് RDJ അത് സമ്മതിച്ചുമാണ്. അതായത് RDJ എന്താണ് ചെയ്തത്? RDJ ആ സ്ക്രിപ്റ്റ് വരെ വായിച്ചു. എന്നിട്ട് RDJ പറഞ്ഞു ഇല്ല, ഞാൻ വരത്തില്ല, കാര്യം ഞാൻ ഓൾറെഡി വേറൊരു കാസ്റ്റിലായിട്ടുണ്ട്, അതായത് ഞാൻ ഡോക്ടർ ഡൂമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ വരികയാണെങ്കിൽ അത് ഫോർഷാഡോ ചെയ്യുന്ന പോലെ ആയിരിക്കും, അത് വേണ്ട, ഇനി അയൺമാനെ ഞാൻ കൈ വെക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അയൺമാനെ നമുക്ക് കാണാൻ പറ്റാത്തത്. പിന്നെ അടുത്തൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൂൾവറിൻ്റെ ഒരുപാട് നമ്മൾ വേരിയൻസ് നമ്മൾ കണ്ടു കാണും. എന്നാൽ അതിൽ വേറൊരു വൂൾവറിൻ്റെ വേരിയൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതെന്തോ ഒരു കാര്യം കൊണ്ട് സ്ക്രാപ്ഡായിട്ട് ഐഡിയാസ് ഒക്കെ മാറ്റിക്കളഞ്ഞു. പിന്നെ അത് മാത്രമല്ല, നമ്മളെല്ലാവരും പ്രതീക്ഷയാണ് നമ്മുടെ വൂൾവറിൻ, അതായത് പൂൾവറിൻ, അതായത് നമ്മുടെ ആ പടം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഡെഡ്പൂൾ ആണെങ്കിൽ ആ മറ്റേ വൂൾവറിൻ്റെ ക്ലോക്സ് ഒക്കെ പിടിച്ചിരിക്കുന്നത് അതുപോലെ ഒരു വേരിയൻറ്റ് അത് ഉണ്ടായിരുന്നു. പക്ഷേ എന്തെന്നറിയത്തില്ല, അതിനെ അവന്മാർ സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞു. അതുപോലെ നമ്മുടെ സ്പൈഡർ പങ്ക് അറിയാമല്ലോ എല്ലാവർക്കും, അതുപോലെ തന്നെ നമ്മുടെ വൂൾവറിൻ്റെ, അതായത് വൂൾവറിനെ തിരിപ്പോയി നമ്മുടെ ഡെഡ്പൂളിൻ്റെ ഒരു വേരിയൻ്റായിട്ട് ഡെഡ്പൂൾ പങ്ക് എന്നൊരു ക്യാരക്ടറിനെ കൊണ്ടുവരവരുണ്ടായിരുന്നു. അത് പിന്നെ അവരതൊന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ വേറൊരു കോൺസെപ്റ്റ് ആയിട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ആയിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൾട്ടിവേഴ്സിൻ്റെ ഒരുപാട് ഡെഡ്പൂൾ കോപ്സ് നമ്മൾ കണ്ടു കാണാം ആ മൂവിയിൽ തന്നെ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോൺസെപ്റ്റ് ആർട്ട് പ്രകാരം ഈ ഒരു ഫൈറ്റ് ഫുൾ നടക്കുന്ന വോയിഡ് വെച്ചിട്ടാണ്. അതിന് മാത്രം നിങ്ങൾക്ക് കണ്ടാൽ സൂക്ഷിച്ച് നോക്കി മനസ്സിലാവും. അവിടെ ഈ ഡെഡ്പൂളും വൂൾവറിൻ്റെ കൂടെ തന്നെ ബാക്കി കുറേ വേറെ എക്സ്ട്രാ ക്യാരക്ടേഴ്സ്, അതായത് റെസിസ്റ്റൻസ് ടീം ഉൾപ്പെടെ അതിലും കുറച്ച് ക്യാരക്ടേഴ്സ് എക്സ്ട്രാ ഉണ്ട്. അതായത് നമ്മുടെ ബെൻ അഫ്ലെക്കിന് ഡെയർഡെവിൾ പുള്ളിക്കാരി ഈ മൂവിയിൽ ഉണ്ടായിരുന്നതാണ് ശരിക്കും നോക്കേണ്ടത്. പിന്നെ പുള്ളിക്കാരനെ കൊണ്ടുവന്നില്ല, അതെനിക്കറിയത്തില്ല. ഞാനെനിക്കും ശരിക്കും പ്രതീക്ഷിച്ചിരുന്നു ഈ പടത്തിൽ ബെൻ അഫ്ലെക്ക് വരുമെന്ന്, അത് വന്നില്ല. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജോണി ബ്ലേസ്, അതായത് നമ്മുടെ ഗോസ്റ്റ് റൈഡർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളറിയാം നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറുള്ള ആ ഒരു ക്യാരക്ടർ, അതായത് ജോണി സ്റ്റോം എന്തായാലും ഈ പടം ശരിക്കും പറഞ്ഞാൽ ഫുള്ളായിട്ട് ഉണ്ടതായിരുന്നു. പിന്നെ അതെന്തെന്ന് അറിയത്തില്ല, അവരങ്ങ് ഫുൾ ആ ഒരു കംപ്ലീറ്റ് അവന്മാരത് എടുത്ത് കളയുകയും ചെയ്തു. എനിക്ക് സത്യം പറഞ്ഞാൽ അത് കുഴപ്പമില്ലായിരിക്കും, എന്നാലും ആ ജോണി സ്റ്റോമിനെ കൊണ്ടുവരായിരുന്നു, കുഴപ്പമില്ല. പിന്നെ അതിന് പിന്നെ ഡെഡ്പൂൾ ടീറെക്സ് അതുകൊണ്ട് ഒരു ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരെല്ലാം ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ കളയാൻ കാരണം റൂമർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് പടം ബഡ്ജറ്റ് 200 മില്യൺ പറഞ്ഞിട്ടാണ് ഈ പടം ഷൂട്ട് ചെയ്തത് തന്നെ. അപ്പോൾ അതിൻ്റെ അത്രയുള്ള ക്യാമിയോസ് മതി എന്നായിരിക്കും അവർ വിചാരിച്ചിട്ടുള്ളത്. അതൊക്കെ കൊണ്ടായിരിക്കും, കാര്യം ബഡ്ജറ്റ് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ ജോണി സ്റ്റോമിനാണെങ്കിൽ പോലും അത് ഫസ്റ്റ് കൊണ്ടുവന്നാൽ തന്നെ അത് നിർത്തിക്കളഞ്ഞത്. അതെനിക്കറിയത്തില്ല, അത് ഒരേപോലെ. പക്ഷെ എനിക്ക് എന്തായാലും ഫൈനൽ ഔട്ട്പുട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് പടത്തിൽ വന്നത് എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ജോണി സ്റ്റോമിനെ ഈ മൂവി മൊത്തം കൊണ്ടുവരായിരുന്നു, കാരണം ഞാൻ ക്രിസ് എവാൻസിൻ്റെ ഫാനായതുകൊണ്ട് എനിക്ക് മൊത്തം കാണണമെന്നുണ്ടായിരുന്നു, കുഴപ്പമില്ല. എന്നാലും ഗോസ്റ്റ് റൈഡറൊക്കെ കൊണ്ടുവരായിരുന്നു, എനിക്ക് പഴയ നൊസ്റ്റയൊക്കെ വന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് താഴെ കമൻറ്റ് ചെയ്യുക.